എന്നാലും തൃഷയുടെ അടുത്ത ഈ ചോദ്യം പക്ഷെ തൃഷയുടെ ചിരിയാണ് ഇതിലെ ഹൈ ക്വാളിറ്റി ഗൈസ്. വേറൊന്നുമല്ല, നമ്മുടെ വിജയണ്ണന്റെ കാര്യം തിരക്കിയതാണ് തൃഷയുടെ അടുത്ത്. ചിരി ഒന്ന് നോക്കണേ. ഗൈസ്, അല്ലെങ്കിലും ഈ പഞ്ചാബ് പ്ലേയേഴ്സ് ഒത്തിരി ഹുങ്ക് കൂടുതലാണ്. അത് നമുക്ക് മലയാളിക്ക് അറിയാമല്ലോ എന്തായാലും. സോ ഇപ്പോൾ റീസെൻ്റ്ലി മുംബൈയുടെ പഞ്ചാബിൻ്റെ മത്സരത്തിൽ പഞ്ചാബിൻ്റെ ഒരു ബ്ലോഗർ ഉണ്ട്, വലിയ ബ്ലോഗർ. അത് വേറെ ആരെങ്കിലും നമ്മുടെ അർഷദീപ് സിംഗ്, അങ്ങനെ വാണ ബ്ലോഗർ എടുത്ത് നടക്കുന്ന ഒരു പരിപാടി. യവൻ നമ്മുടെ മുംബൈയുടെ പ്ലെയർ ആയിട്ടുള്ള തിലക് വർമ്മേനെ കളിയാക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സൊക്കെയാണ് അങ്ങനെ എന്നൊക്കെ പറയാം. പക്ഷേ ഈ കളിയൊക്കെ അംഗീകരിക്കാൻ പറ്റില്ല. അവൻ കളർ വെച്ചാണ് കളിയാക്കിയത്. തിലക് വർമ്മേനെ നീ കറുത്തവനല്ലേ, നീ സൺസ്ക്രീൻ ഇട്ടില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് കളിയാക്കിയത്. നമുക്ക് തിലക് വർമ്മയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം പുള്ളിക്കാരന് അതൊരു ബുദ്ധിമുട്ടായെന്ന്. പക്ഷേ അത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് പറഞ്ഞതാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നില്ല. കാര്യം മുംബൈ ഇന്ത്യൻസ് അതിന് കൊടുത്ത മറുപടി അതിലെല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. ആ മറുപടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു സാധാ തമാശ ആയിരുന്നില്ല എന്ന്. അല്ലെങ്കിലും പഞ്ചാബിലെ പ്ലേയേഴ്സിന് ഇച്ചിരി അഹങ്കാരവും ഒത്തിരി ഇളക്കം, ഒത്തിരി വലിയ നമ്മളെന്തോ വലിയ സെറ്റപ്പാണെന്നുള്ളൊരു വിചാരമുണ്ട്. അതൊന്ന് മാറിയാൽ നന്നായിരുന്നു ഗൈസ്. സത്യമായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ കണ്ടപ്പം എനിക്ക് വിഷമമാണ് തോന്നിയത്. പക്ഷെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഗൈസ് തോന്നിയത്? രജനീകാന്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? വിജയ് മുഖ്യമന്ത്രിയായതിലല്ലേ? മുമ്പ് രജനീകാന്ത് ഒരു രാഷ്ട്രീയ പ്രവേശനമൊക്കെ പ്രഖ്യാപിച്ച് അങ്ങ് വക്ക് വരെ എത്തിയിട്ട് പിന്നെ എന്തൊക്കെയോ പറ്റി അങ്ങ് പോയി. പക്ഷേ വിജയ് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വന്ന് കയറി CMO ആയിട്ടുണ്ട്. എങ്കിലും രജനീകാന്തിന് അസൂയൊന്നും ഉണ്ടാവൂലല്ലേ? ഇത് സമ്മതിച്ചു തരാൻ പറ്റില്ല. ഇതിവിടെ അനുവദിക്കില്ല ഗായ്സ്, അനുവദിക്കില്ല. കാര്യം ഇത് കണ്ടാ നിങ്ങൾ, നമ്മുടെ ആസിഫ് അലിയുടെ ലുക്കാണ്, പുതിയ ലുക്ക്. ഇതെന്താ ഗായ്സ്, ചുള്ളനായിട്ട് വരാണോ? ഇത് പറ്റൂല. കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇങ്ങനെ. നിങ്ങളൊക്കെ ഇങ്ങനെ പ്രായം കുറച്ച് വന്ന് നിങ്ങൾക്കൊക്കെ വെല്ലുവിളിയാണ് ഗൈസ്, അല്ലേ? നിങ്ങൾ തന്നെ പറ. ആസിഫ് അലിയുടെ പുതിയൊരു സിനിമയുടെ ലുക്കാണ്. കണ്ടാ ഗൈസ്? റീസെന്റ് പുള്ളിക്കാരൻ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടാ. മനസ്സിലായതേ ഇല്ല. ഞാൻ എന്നിട്ട് 3-4 ഇത് ആസിഫ് അലിയാണോ, വീണ്ടും സൂമൊക്കെ ചെയ്തൊക്കെ നോക്കി. ബട്ട് അത് ആസിഫ് അലി ആയിരുന്നു ഗൈസ്. എന്തായാലും പുള്ളിയുടെ ഇപ്പോഴത്തെ ഈ ചുള്ളൻ ലുക്ക് പൊളിയായിട്ടുണ്ട്. ഇനിയിപ്പം പുതിയ പടം വരുമ്പോൾ അറിയാം, അല്ലേ? ഓരോ നടന്മാർ നമ്മൾ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ തട്ടി മാറ്റാണ്, തള്ളി മാറ്റുന്നു. സെൽഫി എടുക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് കാണിച്ചു പോണു. പക്ഷേ ലൈക്ക് ബേസിലി സജ്ജം ഈ കാര്യത്തിൽ കണ്ടില്ലേ? നിങ്ങളിത് കണ്ടത് നമ്മുടെ രാം ചരൺ ഒരു ചെറിയ ഷോർട്ട് ടൈം മെമ്മറിയിൽസ് വന്നതാണ്. അതെ, ആ ഐക്കോണിക് സ്റ്റെപ്പ് കുറേ നാള് ഇന്റർനെറ്റ് ഭരിച്ചൊരു ഡാൻസ് മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് പുള്ളിക്കാരൻ. പക്ഷെ മറന്നിട്ടില്ല കേട്ടാ. പുള്ളി പെട്ടെന്ന് അത് റിക്കവറായി വന്നു. പുള്ളിക്കത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല, അല്ലേ? എടാ ഇതെന്തേരടേ, നിങ്ങൾ ഈ സെൽഫി ഒക്കെ എടുക്കാൻ വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ സെൽഫി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ സമ്മതിക്കടേ. അതിന് മുമ്പേ ബോഡി ഗാർഡ് വലിച്ചോണ്ടങ്ങ് പോവേണ്. പിന്നെ എന്തേരം ഉണ്ടാക്കാൻ സെൽഫി എടുക്കാൻ അകത്തോട്ട് കയറ്റി വിടണത്? അല്ലെങ്കിൽ ഇപ്പൊ എടുക്കാൻ വരുന്നവർക്കൊന്ന് പറയാം, അടിനറമാർക്ക് അവരത് എടുത്തിട്ട് പോട്ട് നോക്കി അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. വല്ലാത്ത വാണം തന്നെ ഇതൊക്കെ ഗൈസ്. ഇത് നമ്മുടെ ജ്യോതികയും സോനാക്ഷിയാണ്. കണ്ടില്ലേ? ഇതിൽ ആർക്കാണ് പ്രായം കൂടുതൽ? നിങ്ങൾ ലുക്ക് വെച്ച് ഗസ് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട്? ഒരു ഏകദേശം ഗൈസ്. ജ്യോതികയ്ക്ക് 47 വയസ്സും സോനാക്ഷിക്ക് 38 വയസ്സും. 9 വയസ്സിന്റെ വ്യത്യാസമാണ്. കണ്ട? പക്ഷെ മനസ്സിലാവും. കണ്ടു കഴിഞ്ഞാൽ ജ്യോതികയ്ക്കല്ലേ പ്രായം കുറവായിട്ട് തോന്നുള്ളൂ, സോനാക്ഷിക്ക് കൂടുതലായിട്ടല്ലേ തോന്നുള്ളൂ. എനിക്ക് തോന്നിയതാണ്. നീ ഇപ്പോൾ കമന്റിൽ എന്നെ ചൊറിയാൻ വരണ്ട. എനിക്ക് തോന്നിയതാണ്, ഞാൻ പറയും.